നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഇടക്കാലത്തുള്ള വളർച്ചയെക്കുറിച്ചാണ്. ഇന്ത്യ ഇടക്കാലത്ത് എന്ത് വളർച്ചയാണ് നേടിയത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ദരിദ്ര രാഷ്ട്രമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാലയളവിലൂടെ പോയപ്പോൾ ഇന്ത്യയുടെ വളർച്ച എന്താണെന്ന് ഇന്ത്യയിലുള്ളവർക്ക് തന്നെ അറിയില്ല എന്നതായിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ആയുധങ്ങൾ നിർമ്മിച്ചു, നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളെ ഉറക്കം കെടുത്തുന്ന ഒരു പ്രധാന വിഷയം. നമ്മൾ ഫ്രാൻസിൽ നിന്നും അതുപോലെ റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെയായിരുന്നു ആയുധങ്ങൾ വാങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഏറ്റവും നല്ല മോഡൽ മിസൈലാണിത്. ഇത് തൊടുത്തു വിട്ടാൽ അത് ചെന്ന് വീഴുന്നിടം ഒരുവിധം കട്ട പുകയാവും. അതാണ് ഈ മിസൈലിൻ്റെ പ്രത്യേകത എന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് അർമേനിയയിൽ നിന്ന് വലിയൊരു ഓഫർ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആകാശ് മിസൈലുകൾക്ക് നല്ലൊരു ഓഫർ അവിടെ നിന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മിസൈൽ നിസ്സാരക്കാരനല്ല എന്നുള്ളത് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതായത്, പാകിസ്ഥാൻ പഹൽഗാമിലുള്ള ആക്രമണത്തിന് ശേഷം നമ്മോട് ഏറ്റുമുട്ടാൻ വേണ്ടി തയ്യാറായി വന്ന സമയത്ത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള 2-3 ബ്രഹ്മോസ് എടുത്ത് പാകിസ്ഥാൻ്റെ പ്രധാന സ്ഥലങ്ങളിലേക്ക് വിക്ഷേപിച്ചു. അത് ചെന്ന് വീഴുന്നിടം അല്ലെങ്കിൽ വീണിടം സ്വാഹ. ഇതെന്താണ് സാധനം എന്ന് പാകിസ്ഥാൻ അമ്പരന്നപ്പോൾ ചൈന തന്നെ പറഞ്ഞ് സൂക്ഷിച്ചു കളിക്കണം ഇന്ത്യയോട്, അതും പ്രത്യേകിച്ച് മോഡിയോട് എന്നാണ് ചൈന പറഞ്ഞത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മൾ സ്വയം നിർമ്മിച്ച ഈ ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് ലോകം തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ അർമേനിയയുമായിട്ടുള്ള ഈ വ്യാപാരം ഡിഫൻസ് ഡീല് ഉറപ്പിക്കാം. കാരണം അവർക്ക് ഇത്തരം മിസൈലുകൾ ധാരാളം ആവശ്യമുണ്ട്. കാരണം അവിടെ തുർക്കി അവരുമായിട്ട് ഒന്ന് ഉടക്കി ഭരിക്കുന്ന സമയമാണ്. അതായത്, അർമേനിയയുടെ ചില ഭാഗങ്ങൾ തുർക്കിയുടേതാണെന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കരമായ പ്രോബ്ലങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടെ തുർക്കി അവരെ ആക്രമിക്കാറുമുണ്ട്. അപ്പോൾ ഇവർ ചെറുത്ത് നിൽക്കാൻ എന്തെങ്കിലും ഒരു ആയുധം തിരഞ്ഞെടുക്കുമ്പോഴാണ് ഇങ്ങനെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസിനെ പറ്റി അവർ അറിയുന്നത്. അവർ വന്ന് നോക്കി, അവർക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അർമേനിയ അത് വാങ്ങാനുള്ള പദ്ധതിയിലേക്ക് നീങ്ങുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം നമുക്കാണ് കിട്ടുന്നത്. ഇപ്പോൾ അറിയാം, പാകിസ്ഥാൻ്റെ 1 രൂപയ്ക്ക് നമ്മുടെ ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 3 രൂപ കിട്ടും. അതായത് കുവൈത്ത് ദിനാർ പോലെ US ഡോളർ പോലെ ഒക്കെ നമ്മുടെ ഇന്ത്യൻ മണിക്ക് ഒരു പ്രത്യേക കപ്പാസിറ്റി കിട്ടുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയാൻ പാടില്ല. ഇവിടെ വ്യാപാര ബന്ധങ്ങൾ തുടർച്ചയായിട്ട് കൊച്ചു കൊച്ചു രാജ്യങ്ങളിലേക്ക് ഇന്ത്യ വ്യാപിപ്പിക്കാൻ തയ്യാറാവുന്നതാണ് വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയോടുള്ള ഒരു ചെറിയൊരു മുഖം കറുപ്പിന് സാധ്യത വന്നിരിക്കുന്നു. അന്ന് വെച്ചിട്ട് നമ്മളത് ചെയ്യാതിരിക്കില്ല. കാരണം നമ്മുടെ സാമ്പത്തിക മുന്നോക്കമുള്ള നീക്കമാണ്, അല്ലെങ്കിൽ
ഉയർച്ചയാണ് നമ്മുടെ ലക്ഷ്യം. മറ്റുള്ളവർക്ക് അതാകാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളതാണ്. നമ്മൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4ാം ലോക മഹാരാഷ്ട്രമാകും നമ്മുടെ രാജ്യം. ലോക രാജ്യങ്ങളുടെ ഒപ്പം കിടനിൽക്കത്തക്ക വിധത്തിൽ എന്നുള്ളതാണ് അവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. മികച്ച പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ജനത എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ചൈനയും അമേരിക്കയൊക്കെ നമ്മുടെ വിപണിയെ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ തന്നെ ട്രംപ് പറഞ്ഞു ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന വിപണി അവർക്ക് തുറന്നു കൊടുക്കണമെന്ന്. അതിന് ഇന്ത്യ തയ്യാറായിട്ടില്ല. അവർ മികച്ച താരിഫൊക്കെ ഇന്ത്യക്ക് നേരെ ഉയർത്തിയെങ്കിലും അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾക്കൊന്നും അവർ താരിഫ് ഏർപ്പെടുത്തിയില്ല. അതായത് മരുന്നുകൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ. എന്തായാലും വിഷയം അതല്ല, അതിനെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ബ്രഹ്മോസ് മിസൈൽ നമ്മൾ വികസിപ്പിച്ചെടുത്തു. അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ ലോകം അറിയുകയും ചെയ്തു. ഫിലിപ്പീൻസ് അടക്കം ധാരാളം രാജ്യങ്ങൾ ആ ബ്രഹ്മോസ് മിസൈൽ അതുപോലുള്ള മറ്റ് റഡാറുകൾ അതുപോലെ മറ്റു ഉപകരണങ്ങളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ അമേരിക്കയിലേക്കൊക്കെ ഈ ബുള്ളറ്റ് പ്രൂഫുകൾ ആയിട്ടുള്ള കുപ്പായങ്ങൾ അതുപോലെ വെടിയുണ്ടകൾ അതുപോലെ ബങ്കർ ബസ്റ്റർ ബോംബുകളടക്കം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ബെനിഫിറ്റ് നമ്മൾ ഇന്ത്യക്കാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അതിൽ അഭിമാനിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾക്ക് മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ തന്നെ അതിശക്തമായിട്ട് മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ കുതിപ്പ്. ഇതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ നമ്മളത് ഡീൽ ചെയ്യുന്നുമുണ്ട്. അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇന്ത്യ എന്തൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അതിലറിയാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യക്ക് അതിനുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളത് നേടിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ആകാശങ്ങളിലും അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ തന്നെ നമ്മുടെ മേൽക്കോയ്മ നമ്മളും കാണിച്ചു. ചൈന കാണിച്ചു, അതുപോലെ റഷ്യ കാണിച്ചു, അമേരിക്ക കാണിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യക്കും എടുത്തു പറയത്തക്ക പല നേട്ടങ്ങളും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ബ്രഹ്മോസ് മിസൈൽ, അത് ഏത് രാജ്യമാണ് ഉൽപ്പാദിപ്പിച്ചത്, അത് ഏത് രാജ്യങ്ങൾക്ക് ആരാണ് സപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.